ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തത്വമസി. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല ഡിസ്ട്രിക്റ്റിലെ ഒരു ഗുഹയിൽ പാതാളഗംഗയും സ്വയംഭൂ ശിവലിംഗവും ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. ആ ഗുഹ തേടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ നിന്നും രാവിലെ 5:30 ഞങ്ങൾ യാത്ര തിരിച്ചത്. കാറിലാണ് ഞങ്ങളുടെ യാത്ര. ഗൂഗിൾ മാപ്പിൽ ഏകദേശം 330 കിലോമീറ്ററോളം കാണിച്ചായിരുന്നു. 300 കിലോമീറ്ററോളം ഞങ്ങൾ ഹൈവേയിലൂടെയുള്ള യാത്ര കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. മുന്നോട്ട് വന്ന് ഒരു ഇട റോഡിലോട്ട് കയറിയിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും ഒത്തിരി കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിളവെടുപ്പ് കഴിഞ്ഞ ചോളമൊക്കെ ഇതാ ഇട്ടിരിക്കുന്നതും ചാക്കിലൊക്കെ കെട്ടിവെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. ഇനി ഏകദേശം നമ്മൾ എത്താറായി. ഇനി കുറച്ചു ദൂരവും കൂടെയാണ് കാണിക്കുന്നത്. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് ഓക്ക് റിസർവോയർ. ഇത് ഇവിടുത്തെ പ്രധാന ജലസംഭരണിയാണ്. ഇപ്പോൾ ഏകദേശം സമയം 11:30 ആകാറായി. ഈ റോഡിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഗ്രാനൈറ്റിന്റെ മാർബിളിന്റെ ഒത്തിരി പീസസ് കാണാൻ പറ്റുന്നുണ്ട്. തോന്നുന്നത് ഗ്രാനൈറ്റും മാർബിളും ഒക്കെ പൊട്ടിച്ചെടുക്കുന്ന സ്ഥലമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മളിപ്പോ ഏകദേശം എത്താറായി. യെസ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ബേലം കേവ്സ്. ഇത് ബേലം വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ബേലം കേവ്സ് എന്ന് പറയുന്നത്. കാറ് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് നടന്നു വന്നു. ഇതാണ് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റിന്റെ വില 70 ഫോറിനേഴ്സിനാണെങ്കിൽ 300 രൂപയാണ്. പാർക്കിംഗ് ഫീ ആയിട്ട് ഒരു 20 രൂപയും അവരെടുത്തായിരുന്നു. ടിക്കറ്റും എടുത്തിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇത് ബേലം കേവ്സ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ടിക്കറ്റ് കൗണ്ടറിന്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ബേലം കേവ്സിന്റെ മാപ്പ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ കളർ കോഡിംഗ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ കളറൊക്കെ ഒത്തിരി മങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ. അത് പല പല പാർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് എൻട്രൻസ്, പാസേജ്, ധ്യാൻ മന്ദിർ, 1000 ഹുഡ്സ്, മണ്ഡപം, ബനിയൻ ട്രീ ഹാൾ, കോട്ടിലിങ്കാലു, പാതാളഗംഗ, മായ മന്ദിർ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളായിട്ടാണ് എന്നിങ്ങനെയുള്ള പാട്ട് ഉണ്ടെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇത് എൻട്രൻസിലേക്ക് പോകുന്നതിനുള്ള വഴി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്കാണ് കാണിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി പറയുന്നതിനനുസരിച്ച് ഗൈഡിനോടൊപ്പം പോകുന്നതാണ് നല്ലത്. ഈ ടിക്കറ്റ് ചെക്ക് ചെയ്ത ആള് തന്നെയാണ് ഞങ്ങളുടെ ഗൈഡ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു സേഫ്റ്റി പ്രിക്കോഷന്റെ ബോർഡും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഗ്രൂപ്പായിട്ട് ഗൈഡിനൊപ്പം പോകുക, ലൈറ്റ് സപ്പോസ് ഓഫ് ആകുകയാണെങ്കിൽ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുക, എയർ ഷാഫ്റ്റിന്റെ അടിയിൽ റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെയാണ്. ഇന്ത്യയിൽ തന്നെ പ്രകൃതിദത്തമായ ഗുഹകളിൽ നീളത്തിന്റെ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്ന ഗുഹകളാണ് ബേലം ഗുഹകൾ. നീളത്തിന്റെ കാര്യത്തിൽ ആദ്യം നിൽക്കുന്നത് മേഘാലയയിലെ ക്രേംല പ്രായ് എന്ന ഗുഹയാണ്. അതിന്റെ നീളം എന്നത് 30 കിലോമീറ്ററോളമാണ്. ബേലം കേവിന്റെ നീളം എന്നത് 3.2 കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്ക് പബ്ലിക്കിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 1.5 കിലോമീറ്ററിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ നിന്നും വന്നിട്ട് ഇവിടെ ഒരു ലാർജ് നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇതിനെ പറയുന്നത് ഗേബർ ഹാൾ എന്നാണ്. ഈ ഒരു ഹാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേയുള്ള നാച്ചുറലി ആയിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് അകത്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു നാച്ചുറലി ആയിട്ട് ഉണ്ടായിട്ടുള്ള ഹാൾ തന്നെയാണ്. ഇതിന് ടോട്ടൽ 3 ഹാൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് നാച്ചുറലി ലൈറ്റിംഗ് വരാനുള്ള ഹാളും, പിന്നെ ഒരു എൻട്രി ഹാളും, പിന്നെ ഒന്ന് പുറത്ത് ഉണ്ടെന്നാ പറയുന്നത്. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും വളരെ പ്രാധാന്യമുള്ള ഒരു ഗുഹയാണ് ഈ ബേലം കേവ്സ്. ഇതിന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചിത്രാവതി എന്ന നദി ഇതുവഴി ഒഴുകുകയും കാലാന്തരത്തിൽ അത് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അങ്ങനെ ഈ നദി ഒഴുകിയ ഈ വഴി ഗുഹയായി രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഗുഹ ഒത്തിരി പഴക്കമുള്ളതാണ്. ഈ ഗുഹയെക്കുറിച്ച്
തദ്ദേശവാസികൾക്ക് അറിയാമായിരുന്നെങ്കിലും 1884 ബ്രിട്ടീഷ് സർവേയറായ റോബർട്ട് ബ്രൂസിന്റെ ലേഖനങ്ങൾ വഴിയാണ് ശാസ്ത്രപരമായ ഒരു ശ്രദ്ധ ഇത് കൈവരിച്ചത്. പിന്നീട് 1982-84 കാലഘട്ടങ്ങളിൽ ജർമ്മൻ സ്പീലിയോളജിസ്റ്റ്, അതായത് ഗുഹകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനായ ഡാനിയൽ ഹെർബർട്ട് ഗേബർ എന്ന ആളും അദ്ദേഹത്തിന്റെ സംഘവും ഇവിടെ വരികയും ഇതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവുമാണ് നമ്മൾ ഈ കാണുന്ന മാപ്പിങ്ങും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ കാണുന്ന ആ എൻട്രി ചെയ്ത ആ ഹാളിനെ തന്നെ ഗേബർ ഹാൾ എന്ന് പറയുന്നത്. കട്ടിയുള്ള ചുണ്ണാമ്പ് കല്ലുകളാൽ ചുറ്റപ്പെട്ട് തന്നെയാണ് ഈ ഗുഹ കാണുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തിന്റെ ജസ്റ്റ് മുകളിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഈ ഒരു പാട്ടിനെ സിംഹദ്വാരം അല്ലെങ്കിൽ ലയൺസ് ഗേറ്റ് എന്നാണ് പറയുന്നത്. അതായത് പാറയിൽ നിന്നും ഒലിച്ചു തൂങ്ങുന്ന ചുണ്ണാമ്പ് കല്ലുകളെ സ്റ്റാലക്ടേറ്റ് എന്ന് പറയുന്നു. ഈ സ്റ്റാലക്ടേറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിംഹം വാതുറന്ന് വെച്ചിരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാസേജിനെ ലയൺസ് ഗേറ്റ് അല്ലെങ്കിൽ സിംഹദ്വാരം എന്ന് പറയുന്നത്. നീളമേറിയ വഴികളും ഒത്തിരി വലിപ്പമുള്ള അറകളും തന്നെയാണ് ഈ ഗുഹയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിപ്പത്തിന്റെ കാര്യത്തിലും ഇന്ത്യയിൽ ഇതിന് 2ാം സ്ഥാനമാണ് ഉള്ളത്. മുന്നോട്ട് നടന്ന് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചലപതി റെഡ്ഡി ഹാളാണ്. അതായത് 1982-84 കാലഘട്ടങ്ങളിലെ സ്പീലിയോളജിസ്റ്റ് ഗേബറിന്റെ സ്റ്റഡിയെ സഹായിച്ചതിൽ പ്രധാനിയായിരുന്നു അന്നത്തെ റിട്ടയർഡ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്ന ചലപതി റെഡ്ഡി. അതുകൊണ്ടാണ് ഈ ഹാളിനെ ചലപതി റെഡ്ഡി ഹാൾ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ശരിക്കും ഒരു തലവെട്ടീനെ പോലെയാണ് നമുക്ക് കാണുന്നത്. ഡിഫറെന്റ് കളേഴ്സ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ കളർ ലൈറ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും അസാധാരണമായ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെഡ് എൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ്. നമ്മളിപ്പോൾ ഒരു സ്റ്റാലക്ടേറ്റ് ആണ് കാണുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ മുതലേ പോലെയാണ്. അതായത് ക്രോക്കഡൈലിന്റെ ഷേപ്പാണ് ഈ സ്റ്റാലക്ടേറ്റിനുള്ളത്. ആയിരത്തി 1984 കാലഘട്ടത്തിന് ശേഷം ഇവിടുത്തെ തദ്ദേശവാസികൾ ഈ ഗുഹയെ ശരിക്കും വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു കുഴികളായിട്ടാണ് ഇതിനെ യൂസ് ചെയ്തു വന്നിരുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ പോലീസും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും 1988 ഈ ഗുഹയെ ഗവൺമെന്റ് സംരക്ഷണത്തിലുള്ള സ്ഥലമായി പ്രഖ്യാപനം ചെയ്തു. 1999 ഈ ഗുഹയെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറുകയും ചെയ്തു. നമ്മളിപ്പോൾ കാണുന്നില്ലേ ഒത്തിരി കുഴികൾ പോലെ, ഇത് ശരിക്കും ചിത്രാവതി നദി അത്രയും ഫോഴ്സ്ഫുള്ളി ഒഴുകിയത് കാരണം ഉണ്ടായിട്ടുള്ളതാണ്. ഇത് കുറെ സ്റ്റാലക്ടൈറ്റുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് 50 ഫീറ്റ് അടിയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു എമർജൻസി എക്സിറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇതുവഴി പോവുകയാണെങ്കിൽ ചലപതി റെഡ്ഡി ഹാളിലാണ് നമുക്ക് എത്താൻ കഴിയുക. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ ഗുഹയെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇത്രയും മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് ശരിക്കും 2002 അവർ ശരിക്കുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി പ്രഖ്യാപിക്കുകയും 2003 ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. ഇരുന്നും ഒത്തിരി കുനിഞ്ഞു പോകേണ്ട സ്ഥലങ്ങൾ പബ്ലിക്കിന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് വെള്ളം വരികയോ എന്തെങ്കിലും പറ്റിയാൽ പ്രശ്നമാകുമെന്ന് കരുതിയാണ് അങ്ങോട്ടേക്കുള്ള വഴി ഇല്ലാത്തത്. ചില സ്ഥലങ്ങളിൽ കുനിഞ്ഞാണ് പോകേണ്ടതെന്നാണ് ഗൈഡ് പറഞ്ഞത്. എന്തായിരുന്നാലും നമ്മൾ ഇപ്പോൾ പോകുന്ന വഴി ഇടുങ്ങിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്തിന്റെ പേര് മണ്ഡപം എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒത്തിരി തൂണുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പാറയിൽ നിന്നും ഒലിച്ചു തൂങ്ങുന്ന ചുണ്ണാമ്പ് കല്ല് സ്റ്റാലക്ടൈറ്റ്, പാറയിൽ നിന്നും ഊറി വരുന്ന ചുണ്ണാമ്പ് കൽപ്പുറ്റ് സ്റ്റാലഗ്മൈറ്റ്, ഇവ രണ്ടും ജോയിൻ ചേർന്നിട്ടുള്ളതാണ് ഈ പില്ലാർ ഫോർമേഷൻ. ഈ തൂണിന്റെ രൂപീകരണത്തിൽ തന്നെ പ്രത്യേക പ്രാധാന്യമാണ് ഉള്ളത്. ഇവിടെ നമുക്ക് വവ്വാലുകളെയൊക്കെ കാണാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് 100 ഫീറ്റ് അടിയിലാണ്. ഇവിടെ പുറത്തുനിന്നുള്ള വായു ശക്തമായി അകത്തേക്ക് കയറ്റിവിടാനുള്ള എയർ ഷാഫ്റ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സപ്തസ്വരാല മണ്ഡപം അല്ലെങ്കിൽ മ്യൂസിക്കൽ ചേംബർ അല്ലെങ്കിൽ മായാ മന്ദിർ എന്ന ഭാഗത്തേക്കാണ്. ഇതെന്ന് പറയുന്നത് 2006 ജനങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ കല്ലോ കമ്പോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന സ്റ്റാലക്ടേറ്റിൽ മുട്ടിയാൽ അത് മ്യൂസിക്കൽ എഫക്റ്റ് വരുമെന്നാ പറയാം, മ്യൂസിക്കായിട്ട് എന്തെങ്കിലും വരുമെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നില്ല. കാരണം പുറത്തുനിന്നുള്ള എയർ ഒത്തിരി അകത്തേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് ഗൈഡ് പറയുന്നത്. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്സ് കൊണ്ട് മെറ്റലിന്റെ സ്റ്റെയർ കേസും ഇവിടെ ഉണ്ട്. ഈ വഴിയിലെ ഈ തിളക്കമാർന്ന കറുത്ത കല്ലുകളെ കാണുന്നില്ലേ, ഇത് തികച്ചും മറ്റുള്ള കല്ലിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ബ്ലാക്ക് കോഡ്സിന്റെ ഡെപ്പോസിറ്റ്സ് ആണ്. പോകുന്ന വഴിയിലുള്ള ഒരു സ്റ്റാലക്ടേറ്റ് ആണ്. ഇത് എലിഫന്റിനെ പോലെയാണ് കാണാൻ. ഇത് കണ്ടില്ലേ, ഇത് ഭീമന്റെ ഗദ എന്നാണ് ഇവർ വിളിക്കുന്നത്, അതിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന 1000 വുഡ്സ് എന്ന ഭാഗത്താണ്. ഇതിന്റെ മീനിങ് എന്നത് 1000 പത്തിയുള്ള സർപ്പം എന്ന മീനിങ്ങിലാണ്. അതായത് സ്റ്റാലക്ടേറ്റിന്റെ ഷേപ്പ് എന്നത് 1000 പത്തിയുള്ള സർപ്പത്തെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ആദിശേഷ എന്നും പറയുന്നു. ശരിക്കും 1000 പത്തിയുള്ള സർപ്പത്തെ പോലെ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ഇവിടെ. അടുത്തത് മാപ്പിലെ കോഡിലിംഗാലു എന്ന ഭാഗമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാലക്ടേറ്റിന്റെ ഷേപ്പ് കോടിക്കണക്കിന് ശിവലിംഗങ്ങൾ, അതായത് വലുതും ചെറുതുമായ ശിവലിംഗങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴെ സ്റ്റാലക്മൈറ്റ് പാമ്പിൻ പുറ്റ് പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ശിവലിംഗങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ കോടിലിംഗാലു എന്ന് പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നന്നായിട്ട് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അകത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടത്തില്ല. കയ്യിൽ വെള്ളം കരുതുന്നതാണ് നല്ലത്. ബേലം കേവ്സിൽ എത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒത്തിരി ബസ്സസ് അവൈലബിൾ ആണ്. ഇത് കോലിമിഗുൺല, ബനഗനപ്പള്ളി, പെന്നിക്കോട്ട എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ബസ്സസ് ഉള്ളത്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ താടിപത്രിയാണ്. അടുത്തത് എന്നത് ബനിയൻ ട്രീ ഹാളാണ്. ഇതിന്റെ പ്രത്യേകത എന്നാൽ സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും ഒന്നിച്ചു ചേർന്നിട്ട് ഒരു വലിയൊരു ആൽമര വൃക്ഷമായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വലിയൊരു ആൽമര വൃക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ബനിയൻ ട്രീ ഹാൾ എന്ന് അവർ പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഗുഹയിലെ തന്നെ ഏറ്റവും താഴ്ചയേറിയ ഭാഗത്തേക്കാണ്. അതായത് നമ്മൾ ഈ നിൽക്കുന്ന 100 അടി എന്ന ഉയരത്തിൽ നിന്നും വീണ്ടും താഴേക്ക് 20 അടി താഴേക്ക് വീണ്ടും പോകുന്നു. ഈ ഒരു ഭാഗത്തെ പാതാളഗംഗ എന്നാണ് പറയുന്നത്. ശരിക്കും ഈ കാണുന്ന ഒരു ഇടുങ്ങിയ സ്റ്റെയർ കേസ് വഴിയാണ് നമ്മൾ പോകേണ്ട താഴേക്ക്. ഒരാൾക്ക് മാത്രമേ കഷ്ടിച്ച് നമുക്കിത് താഴേക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് താഴേക്ക് പോകേണ്ടത്. പക്ഷെ റെയിനി സീസൺ, മഴയുടെ സമയത്ത് നമുക്കിങ്ങനെ അങ്ങോട്ട് പ്രവേശനമില്ല. കാരണം വെള്ളം ഇവിടെ വരെ വരുമെന്നാണ് പറയുന്നത് അവര്. നമ്മൾ ഇപ്പോൾ പാതാളഗംഗയിലാണ് വന്നു നിൽക്കുന്നത്. ഇത് മുകളിൽ നിന്ന് 120 അടി താഴ്ചയിലാണ് നിൽക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നാൽ ഈ കാണുന്നത് ഒരു നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒരു ശിവലിംഗ രൂപമാണ്. അതായത് സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗ രൂപം. ഇത് ആദ്യകാലങ്ങളിൽ ഈ വശങ്ങളിൽ നിന്ന് വെള്ളം വരികയും പിൽക്കാലത്ത് മഴക്കാലത്ത് ഈ കാണുന്ന സൈഡിൽ നിന്നും വെള്ളം വന്ന് താഴേക്ക് വന്ന് വീഴുന്നു. അതായത് മഹാദേവന്റെ തലയിൽ നിന്ന് ഗംഗ ഉത്ഭവിച്ച് താഴേക്ക് വരുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ പാതാളഗംഗ എന്ന് പേരിട്ടത്. ഗൈഡ് പറയുന്നതിനനുസരിച്ച് ഈ പാതാളഗംഗ എന്ന ഭാഗത്തിൽ ശാസ്ത്രീയപരമായ പല ഗവേഷണങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ ഫലമായി ജാനുവരി 2013 ഗുഹകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവജാലത്തെ കണ്ടെത്തുകയും അതിന് ആന്ത്രാക്കോയിഡ്സ് ഗബേറെ എന്ന പേര് നൽകുകയും ഉണ്ടായി.
അതായത് ഇത് ആന്ധ്രാപ്രദേശിൽ കാണുന്നത് കൊണ്ടും ഗേബറിനോടുള്ള ആദരസൂചകവുമായിട്ടാണ് ഈ ഒരു സ്പീഷീസിന് ആന്ധ്രാപോയിഡ്സ് ഗേബറെ എന്ന പേര് നൽകിയത്. ഇപ്പോൾ നമ്മൾ പാതാളഗംഗയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും കുഞ്ഞു തന്നെയാണ് നമുക്ക് ഇത് പുറത്തിറങ്ങേണ്ടത്. പിന്നെ മുന്നോട്ടുള്ള വഴികളെല്ലാം ഒത്തിരി ഇപ്പോൾ ഇടുങ്ങിയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഈ പാതാളഗംഗയാണ് ഈ ഗുഹയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര്, പാതാളഗംഗ എന്ന ആ ഒരു പേര്. ഇവിടുത്തെ വെള്ളം എന്നത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. ഇത് ഒരിക്കലും വറ്റിപ്പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഗുഹയുടെ വേറെ ഭാഗങ്ങളിലുള്ള ഒത്തിരി ആർട്ടിഫിഷ്യൽ ഫൗണ്ടനൊക്കെ വെച്ചായിരുന്നു, എങ്കിലും അതിലെ വാട്ടർക്ക് ഒത്തിരി നിറവ്യത്യാസം വരികയാണ് ചെയ്തത്. 1982-84 സമയത്തുള്ള ഗേബറിന്റെ ഗവേഷണ സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു ലോക്കലായ വീരാറെഡ്ഡി സ്വാമി എന്ന ആൾ ഈ ഒരു സ്വയംഭൂ ലിംഗത്തെ പൂജിച്ചു വരികയും പിൽക്കാലത്ത് ആ പൂജ നിലയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതോടുകൂടി എന്തുകൊണ്ടാണ് പൂജയ്ക്കുള്ള ഒരു പെർമിഷൻ നൽകാത്തതെന്ന് വെച്ചാൽ ഈ ഗുഹയുടെ നാച്ചുറാലിറ്റി നഷ്ടമാകുമെന്നതുകൊണ്ടും ഗവേഷണത്തിന് ഒരു തടസ്സമാകുമെന്നതുകൊണ്ടും ആണ്. ഫ്രണ്ട്സ്, ഈ ബേലം കേവ്സ് ഫിലിം ഷൂട്ടിങ്ങിനായിട്ട് കൊടുക്കുന്നതാണ്. അത് ആന്ധ്രാപ്രദേശ് ടൂറിസം ബോർഡിൽ നിന്ന് പെർമിഷൻ എടുക്കേണ്ടതാണ്. പെർ ഡേ 10,000 ആണ് ചാർജ്. അത് ഫിലിം ഷൂട്ടിങ്ങിനാണെങ്കിലും സീരിയൽ ഷൂട്ടിങ്ങിനാണെങ്കിലും അവർ കൊടുക്കും. ആ ദിവസം വിസിറ്റേഴ്സ് അലോ അല്ല, മീൻസ് നമ്മളെപ്പോലെയുള്ള പബ്ലിക് അലോ ചെയ്യുന്നതല്ല ആ ദിവസം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാമസുബ്ബാറെഡ്ഡി ഹാളിലാണ്. ഇദ്ദേഹം എന്നത് ഗേബറിന്റെ ഗവേഷണ സംഘത്തിലെ പ്രധാനിയായിരുന്നു. ഇദ്ദേഹം അന്നത്തെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കൂടെ ആയിരുന്നു ഇദ്ദേഹം. ഈ ഒരു ഹാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒത്തിരി വലിയ വിശാലമായ ഒരു ഹാള് തന്നെയാണ്. ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ചാറ് കട്ടിലിന്റെ രൂപത്തിലുള്ള നമുക്കൊരു കല്ല് കാണാൻ പറ്റുന്നത്, അതായത് സ്റ്റാലഗ്മൈറ്റ് എന്നാ പറയുന്നത്. ഈ ഒരു സ്റ്റാലഗ്മൈറ്റിന്റെ ഷേപ്പ് ചാരുകട്ടിൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സെയിന്റ് ബെഡ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ബെഡ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ധ്യാൻ മന്ദിർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഹാളിൽ എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് 4 മീറ്ററോളം നമുക്ക് കുനിഞ്ഞു നടക്കേണ്ടി വരും. ഇങ്ങനെ കുനിഞ്ഞു നടന്നതിന് ശേഷം നമ്മൾ അകത്തെത്തുമ്പോഴുള്ള ആ ഒരു പാട്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു മുറി പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഈ ഒരു ഹാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഒത്തിരി പഴയ കാലത്തുള്ള മൺകുടങ്ങളും എല്ലിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അവയെല്ലാം പഠനത്തിന്റെ വിധേയമാക്കിയപ്പോൾ അത് 6500ഓളം വർഷത്തോളം പഴക്കമുണ്ടെന്നും ഇത് 2000 വർഷത്തിന് മുൻപ് വരെ ജൈന ബുദ്ധമത സന്യാസിമാർ ഈ ഒരു പാട്ടിനെ മെഡിറ്റേഷൻ ചേംബറായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് അവർ കണ്ടെത്തിയത്. അന്ന് കിട്ടിയ ആ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇന്ന് അനന്തപൂർ മ്യൂസിയത്തിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഗുഹയ്ക്ക് പുറത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞായിരുന്നില്ലേ ബേലം കേവ്സിന് 3 ഹോൾസ് ഉണ്ടെന്ന്. അത് ഒന്ന് എൻട്രി ഗേറ്റ് ആയിട്ടും ഒന്ന് നാച്ചുറൽ ലൈറ്റിങ്ങിനുമായിട്ടും, മൂന്നാമത്തെ ഹോൾ എന്ന് പറയുന്നത് കുഴി എന്ന് പറയുന്നത് ഇച്ചിരി മാറിയാണ് കാണുന്നത്. അത് ഇന്നത്തെ അവസ്ഥയിൽ ഇത് നാച്ചുറലി ക്ലോസ് ചെയ്താണ് കാണപ്പെടുന്നത്. ഈ ബേലം എന്ന വാക്ക് സംസ്കൃത വാക്കായ ബിലം എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്നാ പറയുന്നത്. ഈ ബിലം എന്ന വാക്കിന്റെ അർത്ഥം കുഴി എന്നാണ്. അല്ലാതെ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബേലം എന്ന ഒരു ഇന്തോനേഷ്യൻ വേർഡ് ഉണ്ട്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നോട്ട് എറ്റ് എന്നാണ്. അതെന്ന് പറയുന്നത് ഈശ്വരനോടുള്ള ഭക്തി എന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. പുറത്തായിട്ട് നമുക്ക് റിട്ടയർഡ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ചൽപതി റെഡ്ഡിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ബുദ്ധന്റെ ഒരു വലിയൊരു പ്രതിമയാണ് ഇവിടെ ഉള്ളത്. അതായത് താമരപ്പൂവിന്റെ മുകളിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു ബുദ്ധനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 40 അടിയോളം ഉയരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത്. ഇതെന്ന് പറയുന്നത് വലത് കൈ അഭയമുദ്രയിലും ഇടത് കൈ ധ്യാനമുദ്രയിലുമാണ് ബുദ്ധൻ ഇരിക്കുന്നത്. എപിടിഡിസി ഈ ഗുഹയെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ 2002 ഇവർക്ക് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ അവാർഡ് കിട്ടുകയുണ്ടായി.
2003 മിനിസ്ട്രി ഓഫ് ടൂറിസം ആൻഡ് കൾച്ചർ ഇവർക്ക് നാഷണൽ ടൂറിസം അവാർഡ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ സമയം 2 മണിയാണ്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വൺ.